ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നോക്കിയാൽ എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ഐഡന്റിഫൈ ദ ടേംസ് വിച്ച് കണ്ടെയ്ൻ എക്സ് ആൻഡ് ഗീവ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. നമുക്ക് ഇവിടെ ഇത്രേ കാണാനുള്ളൂ. വിച്ച് കണ്ടെയ്ൻ എക്സ്. ഏത് ടേംസ് കണ്ടുപിടിക്കാനാണ് വന്നേക്കുന്നത്? എക്സ് ഉള്ള ടേംസ് മാത്രം മതി. നമുക്ക് വേറെ ഒന്നും വേണ്ട, എക്സ് ഉള്ളത് മാത്രം. എല്ലാം എഴുതാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതാം. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിട്ടുണ്ട്, എഴുതുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വൈ സ്ക്വയർ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഹൗ മെനി ടേംസ് ആർ ഹിയർ? 2 terms. ഫസ്റ്റ് വൺ ഈസ് വൈ സ്ക്വയർ എക്സ്, നെക്സ്റ്റ് വൺ ഈസ് വൈ. നമുക്ക് ഏത് ടേം ആണ് വേണ്ടത്? ടേംസ് വിത്ത് എക്സ്. അതുകൊണ്ട് നമ്മുടെ ടേം ഏതാ? ഇവിടെ എക്സ് ഉള്ള ടേം മതി. ഏതാ എക്സ് ഉള്ള ടേം? ഉണ്ടോ? ഇതാണ് എക്സ്. ഇതിന് എക്സ് ടേം ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. വൈ സ്ക്വയർ എക്സ് ആണല്ലോ. ഇനി വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്നാണ്? അതായത് എക്സിന്റെ കൂടെ കിടക്കുന്ന ആൾ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് അല്ല ചോദിച്ചേക്കുന്നത്. എക്സിന്റെ കൂടെ ആരൊക്കെ കിടക്കുന്നുണ്ടോ, അത് ന്യൂമറിക്കൽ ആയിക്കോട്ടെ വേരിയബിൾ ആയിക്കോട്ടെ, എന്തായാലും അത് മൊത്തം എഴുതണം. അപ്പൊ ഇവിടെ ആര് മാത്രമേ കിടപ്പുള്ളൂ? വൈ സ്ക്വയർ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, 13y സ്ക്വയർ മൈനസ് 8yx. വി നീഡ് ടേം വിത്ത് കോഎഫിഷ്യന്റ് എക്സ്. ഇവിടെ ഏതാ ഉള്ളത്? രണ്ട് ടേം ആണ്, 13y സ്ക്വയറും മൈനസ് 8yx. അപ്പൊ നമുക്ക് എക്സ് ഉള്ളത് ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് മാത്രം എഴുതാം, മൈനസ് 8yx. Then what is the coefficient of x? ഓക്കെ, എക്സിന്റെ കൂടെ കിടക്കുന്ന ആരൊക്കെയാണ്? മൈനസ് 8y. രണ്ടുപേരും കൂടെ ഉള്ള അല്ലേ? ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് അല്ല ചോദിച്ചേക്കുന്നത്, കോഎഫിഷ്യന്റ് എന്നാണ്. അപ്പൊ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവരെല്ലാവരും. ന്യൂമറിക്കൽ ചോദിച്ചത് നിങ്ങൾ ഏത് എഴുതിയാനെ? ഈ -8 മാത്രമേ എഴുതത്തുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം. എന്താണ് ന്യൂമറിക്കൽ ആണോ അതോ കോഎഫിഷ്യന്റ് ആണോ ചോദിച്ചത്? ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ആണോ അതോ കോഎഫിഷ്യന്റ് എന്നാണോ ചോദിച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. തേർഡ് വൺ, എക്സ് പ്ലസ് വൈ പ്ലസ് 2. ഹൗ മെനി ടേംസ് ആർ ഹിയർ? 3. 1 x, സെക്കൻഡ് 1 y, തേർഡ് 1 2. നമുക്ക് വേണ്ടത് ഏതാണ്? ടേം വിത്ത് കോഎഫിഷ്യന്റ് എക്സ്. ഇവിടെ ഏതാ കോഎഫിഷ്യന്റ് എക്സ് ഉള്ളത്? എക്സ്. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? എക്സ്. ഓക്കെ, ഇതിന്റെ കോഎഫിഷ്യന്റ് എത്രയായിരിക്കും? എക്സിന്റെ കോഎഫിഷ്യന്റ് എത്ര ആയിരിക്കും? ഒന്നുമില്ലേ? ഉണ്ടല്ലോ. ആരുണ്ട്? 1 അല്ലേ? അതുണ്ട്, അത് എഴുതണം. നെക്സ്റ്റ് വൺ, 5 പ്ലസ് ഇസഡ് പ്ലസ് ഇസഡ് എക്സ്. ഇവിടെ 3 ടേംസ്. ഫസ്റ്റ് വൺ 5, സെക്കൻഡ് വൺ ഇസഡ്, തേർഡ് വൺ ഇസഡ് എക്സ്. നമുക്ക് വേണ്ടത് കോഎഫിഷ്യന്റ് വിത്ത് എക്സ്. ടേം വിത്ത് കോഎഫിഷ്യന്റ് എക്സ്. ഏതാണ് ആ ടേം? ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? എക്സ് ഉള്ള ഇസഡ് എക്സ്. ദെൻ വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്? എക്സ് എത്രയായിരിക്കും? ഇസഡ്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? എനിക്കിതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ അങ്ങ് പോകുന്നത്. കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് എല്ലാ എക്സസൈസും ചെയ്തിരിക്കണം. ഓക്കെ, കൂടുതൽ എക്സസൈസ് ചെയ്താൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് പോർഷൻസ് ഈസി ആകും. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് വൈ. ഹിയർ നമ്പർ ഓഫ് ടേംസ് ആർ 3. ഫസ്റ്റ് വൺ 1, സെക്കൻഡ് എക്സ്, തേർഡ് വൺ എക്സ് വൈ. നമുക്ക് വേണ്ടത് എക്സ് ഉള്ള ടേം ആണ്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഈ ടേമും ഉണ്ട്, ഈ ടേമും ഉണ്ട്. ഫസ്റ്റ് വൺ എക്സ് എഴുതാം, നെക്സ്റ്റ് വൺ എക്സ് വൈ എഴുതാം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം, ഒരുമിച്ച് എഴുതരുത്. സെപ്പറേറ്റ് എഴുതിയാൽ മാത്രമേ നമുക്കിവിടെ കോഎഫിഷ്യന്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകാതെ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വണ്ണിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എത്രയാണ്? 1. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? ആരാ കൂടെ കിടക്കുന്നത്? വൈ ആണ് കേട്ടോ. അവിടെ 1 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 1 ഉള്ളത് കൊണ്ട്. നെക്സ്റ്റ് വൺ 12 പ്ലസ് 12 എക്സ് വൈ സ്ക്വയർ പ്ലസ് 25. ഇതാണ് അടുത്ത ടേം. 12xy സ്ക്വയർ പ്ലസ് 25. ഇവിടെ 2 ടേംസ് ഉണ്ട്. 12xy സ്ക്വയർ ഫസ്റ്റ് ടേം, 25 ഇസ് ദ സെക്കൻഡ് ടേം. നമുക്ക് എക്സ് ഉള്ള കോഎഫിഷ്യന്റ് എക്സ് ഉള്ള ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? 25ന്റെ കൂടെ എക്സ് കിടപ്പില്ലല്ലോ, എക്സ് വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആരായിരിക്കും? എക്സിന്റെ കൂടെ കിടക്കുന്ന രണ്ടുപേരും ആരൊക്കെയാണ്? 12ഉം വൈ സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ 7x പ്ലസ് എക്സ് വൈ സ്ക്വയർ. ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? 7x ഉണ്ട്, എക്സ് വൈ സ്ക്വയർ ഉണ്ട്. ഈ രണ്ട് ടേമിനകത്തും എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടും എടുത്തിരുന്നു. ആദ്യത്തെ 7x, സെക്കൻഡ് വൺ എക്സ് വൈ സ്ക്വയർ.
ഫസ്റ്റില് എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? എക്സിന്റെ കൂടെ കൂടി ആരാ ഉള്ളത്? 7. നെക്സ്റ്റ് എക്സിന്റെ കൂടെ കൂടി ആരാ ഉള്ളത്? y². ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇതിന്റെ ഒരു ബി പാർട്ട് കൂടെ ഉണ്ട്. ഇത് എ പാർട്ടാണ്. ബി പാർട്ട് ഒരു 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. നമുക്ക് അതുകൂടെ അങ്ങ് ചെയ്തേക്കാവേ. ഓക്കെ. 8 minus xy². First question 8 minus xy². Second question 5y² plus 7x. Third question 2x²y minus 15xy² plus 7y². ഇത് കൂടെ ഉള്ള കേട്ടോ. ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യന് വ്യത്യാസമുണ്ട്. ഫൈൻഡ് ദ ടേംസ് വിച്ച് കണ്ടെയ്ൻ y² ആൻഡ് ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് y² എന്നാണ്. നമുക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് ആകെ 3 എണ്ണേ ഉള്ളൂ. പിന്നെ നമുക്ക് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുമിച്ച് അങ്ങ് ചെയ്യും. ഇത് എയും ബിയും ആയിട്ട് കിടക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ എ ആൻഡ് ബി പാർട്ടാണ്. നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഇവിടെ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 minus xy². ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ടേംസ് വിച്ച് കണ്ടെയ്ൻ y². y² ഉള്ള ടേം എഴുതിയാൽ മതി. ഇവിടെ ഏതാ y² ഉള്ള? ഇവിടെ 2 ടേം ഉണ്ട്, 8ഉം മൈനസ് xy². y² ഉള്ള ടേം ഏതാണ്? മൈനസ് xy². മൈനസ് സൈൻ സഹിതം എഴുതണം. ഇനി വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് y²? y²ന്റെ കോഎഫിഷ്യന്റ് അപ്പൊ ആരാ ഇവിടെ? മൈനസ് എക്സ് അല്ലേ? മനസ്സിലായില്ലേ മക്കളെ? ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം വേണ്ട. അവിടെ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ y² ഏതാണ് ചോദിച്ചതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് വൺ 5y² plus 7x. Here also 2 terms. Which are they? 5y² plus 7x. We need the term with the y². ഏതാണത്? 5y² മാത്രമേ ഉള്ളൂ. അപ്പൊ y²ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 5. നെക്സ്റ്റ് എത്ര ടേംസ് ഉണ്ട്? ക്വസ്റ്റ്യൻ എഴുതട്ടെ. 2x²y minus 15xy² plus 7y². 3 ടേം ആണ്. എത്ര ടേംസ് ആണ്? 3 ടേം. 2x²y minus 15xy² plus 7y². ഇവിടെ y² ഉള്ള ടേം. ഇത് y² ഉണ്ടോ? ഇല്ല. ഇത് വെറും y ഉള്ളൂ. നമുക്ക് ഈ ടേം എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഇത് 2 എണ്ണം വരും അല്ലേ? അപ്പൊ ആദ്യത്തെ എഴുതാം. സൈൻ വിട്ടുകളയല്ലേ? -15. നിങ്ങൾ ചുമ്മാ 15xy² മാത്രം എഴുതില്ല. സൈൻ ഉണ്ടെങ്കിൽ അത് പ്ലസ് കുഴപ്പമില്ല, മൈനസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് എഴുതണം കേട്ടോ. മൈനസ് പിന്നെ ഏതാണ്? ഇതിന് y² ഉണ്ട് അല്ലേ? അപ്പം 7y². അപ്പൊ ഇവിടെ അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? y² ഒഴിച്ച് ബാക്കി ആരൊക്കെയുണ്ട്? -15x. ഇവിടെ y² ഒഴിച്ച് ബാക്കി ആരുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൈനസ് ആയി നമ്മൾ എഴുതിയില്ലെങ്കിൽ നമ്മളിവിടെ കോഎഫിഷ്യന്റ് എഴുതുമ്പോൾ തെറ്റിപ്പോകും. ഇപ്പൊ 15x എഴുതിയിട്ട് മിസ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഇതിന്റെ ശരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ സൈൻ സഹിതം വേണം നമ്മൾ എഴുതാൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ചെറിയ ശ്രദ്ധ വേണം. ഏതാണ് ഏതിന്റെ കോഎഫിഷ്യന്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്? എക്സിന്റെ ആണോ വൈന്റെ ആണോ ചോദിച്ചിരിക്കുന്നത്? പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സൈൻ സഹിതം എടുത്തിരുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ഓക്കെ, താങ്ക് യു.